ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് 1 കപ്പ് വേണം. അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കി വെക്കുക. നമ്മൾ ഈ കറി കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം കുക്കറിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. 2 കറുവാപ്പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ 1 ബേ ലീഫ്, ഇത്രയും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെക്കണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്, കാരണം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മൾക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ 1 മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് എറിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്, ഇത്രയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല, നമ്മളിത് വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. 1 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ ചെറുപയർ എടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. നമ്മൾ ഇതിനകത്ത് എടുത്ത ചെറുപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല. വെള്ളത്തിൽ കുതിർത്തി വെക്കാത്ത ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച 1 കപ്പ് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചെറുപയറിന് 3.5 കപ്പ് വെള്ളം കറക്റ്റ് പാകമായിരിക്കും. അടുക്കി പിടിക്കാത്തൊന്നുമില്ല. നല്ല പാകമായിട്ട് നമ്മൾക്ക് വെന്ത് കിട്ടും. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വിസിലിട്ട് കൊടുക്കാം. 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 3 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ചെറുപയറെല്ലാം നല്ലപോലെ വെന്ത് കാണും. ഇപ്പം ഇതിവിടെ 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ചെറുപയർ കറിക്കകത്തേക്ക് വേണ്ട അരപ്പ് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ്. ജീരകം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക് കിട്ടുന്നത്. ഇനി നമ്മൾക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുക്കർ അടച്ചു വെച്ച് സ്റ്റീം വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റീമെല്ലാം പോയി കാണും. പയറെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പയറൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. തീ ചെറുതാക്കി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരയ്ക്കാൻ യൂസ് ചെയ്ത മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇപ്പം തേങ്ങ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞപ്പം ഒന്നും കൂടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ കറിക്ക് വരുന്നത്. ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കുറുകിയ ചാറോടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്